യുഎയിൽ ഓൺലൈൻ തട്ടിപ്പുകളുടെ ഓൺലൈൻ സ്കാമുകളുടെയൊക്കെ വിവിധ രീതി പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന TDRA ടെലികമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ റെഗുലേറ്ററി അതോറിറ്റി ഒരു പ്രധാന മുന്നറിയിപ്പ് ഈ ഒരു കാര്യത്തിൽ വീണ്ടും നൽകുന്നുണ്ട്. അതായത് നമ്മൾ മൊബൈൽ ഫോൺസൊക്കെ സെർച്ച് എൻജിൻസ് ഓൺലൈനായിട്ടൊക്കെ ടോപ്പപ്പ് റീചാർജ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് സേവനം നൽകുന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ ആധികാരികത കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിരിക്കണം. ഇത് വ്യാജമായതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ URL ലിങ്കിൻ്റെ തുടക്കത്തിൽ HTTPS എന്ന് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുകൂടാതെ തന്നെ ഈ URL ലിങ്കിൽ അനധികൃതമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ലെറ്റർ, കുത്ത്, കോമ, മറ്റ് അനധികൃതമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം വളരെ മൈന്യൂട്ടായിട്ടാണ് ഈ ലിങ്കിൽ ചെറിയ അഡീഷൻസ് ആഡ് ചെയ്യുക. അത് വ്യാജമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണം. കൂടാതെ മറ്റൊരു കാര്യം, ഹെഡർ ബാറുകളുടെ ലോക്ക് കോഡുകൾ നോക്കിയിട്ടും ഇതിൻ്റെ ആധികാരികത പരിശോധിക്കണം. വ്യാജൻ ഏതാണ് ഒറിജിനൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് TDRA അറിയിക്കുന്നുണ്ട്. ജൂലൈ 6 മുതൽ ജൂലൈ 17 വരെ, അതായത് ഈ വരുന്ന ഒരു വീക്കിൽ 3.3 മില്യൺ ആളുകളാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം എയർപോർട്ട് അതോറിറ്റി നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും യാത്രക്കാരെ യാത്ര അയക്കാൻ ബന്ധുക്കളോ മറ്റൊന്നും എയർപോർട്ടിൽ എത്തേണ്ട, അതല്ലാതെ തന്നെ ഒരുപാട് തിരക്ക് എയർപോർട്ടിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റോഡുകളിൽ ട്രാഫിക് ക്രമാതീതമായിട്ട് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ടെർമിനൽ 1, 3 എത്തുന്ന ആളുകൾ പരമാവധി മെട്രോ ഉപയോഗപ്പെടുത്തണം. ഫ്ലൈ ദുബായ് എയർലൈൻ പറയുന്നുണ്ട് യാത്രക്കാർ 4 മണിക്കൂർ മുമ്പ് തന്നെ എയർപോർട്ടിൽ എത്തണം. എമിറേറ്റ്സ് പറയുന്നുണ്ട് 3 മണിക്കൂർ മുമ്പ് തന്നെ യാത്രക്കാർ എയർപോർട്ടിൽ എത്തണം. അതുപോലെ തന്നെ ഓൺലൈൻ ചെക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നവർ പരമാവധി അത് പ്രയോജനപ്പെടുത്തണം. ഈ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ യാത്രക്ക് ഒരു ദിവസം മുമ്പ് എയർപോർട്ടിലെത്തി ബാഗേജും ചെക്കിൻ സംവിധാനങ്ങളൊക്കെ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് ലഭ്യമാക്കുന്ന ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുബായിൽ ഇനി ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ATM അതുപോലെ തന്നെ UPI പേയ്മെന്റ് QR കോഡൊക്കെ ഉപയോഗിച്ച് നേരിട്ട് പണമിടപാട് നടത്താൻ സാധിക്കും. നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ POS മെഷീൻ വഴിയാണ് ഇത് സാധ്യമാകുക. എമിറേറ്റ്സ് മാളിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കോൺസുലർ ജനറൽ സതീഷ് കുമാർ ശിവൻ UPI പേയ്മെന്റ് നൽകിയിട്ട് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ഇന്റർനാഷണലിന് 2 ലക്ഷത്തോളം മെഷീനുകൾ POS മെഷീനുകൾ അവൈലബിൾ ആണ്. ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ UAEയുടെ ഗൾഫ് മേഖലയിലെ തന്നെ പ്രധാന പേയ്മെന്റ് കമ്പനിയായ നെറ്റ്വർക്കും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രധാനമായിട്ടും വിസിറ്റ് വിസയിലൊക്കെ എത്തുന്ന ആളുകൾക്ക് ഇത് ഏറെ ഉപകാരപ്പെടും. ഇന്ത്യൻ ATM കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ പണമിടപാട് നടത്താൻ സാധിക്കും. രൂപ ദിർഹത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റും ലാഭിക്കാൻ സാധിക്കും. അബുദാബിയിലെയും അല്ലൈനിലെയും ചില റോഡുകൾ ജൂലൈ 6 മുതൽ ഭാഗികമായി അടച്ചിടുമെന്ന് അബുദാബി മൊബിലിറ്റി അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അല്ലൈനിലെ തവാം സ്ട്രീറ്റിന്റെ വലത് പാത ജൂലൈ 6 മുതൽ 17 വരെ ഭാഗികമായി അടച്ചിടും. അതുപോലെ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റിലെ റോഡും ജൂലൈ 6 മുതൽ ജൂലൈ 13 വരെ ഭാഗികമായി അടച്ചിടുമെന്ന് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഇന്ന് 2024 ജൂലൈ 5 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു.